ശശി തരൂർ ഇപ്പോൾ എല്ലാ തരത്തിലും കോൺഗ്രസിനുള്ളിൽ ഒരു നോട്ടപ്പുള്ളിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതായത് ആര് പറയുന്നതും അനുസരിക്കാതെ, രാഹുൽ ഗാന്ധി പോലും പറയുന്നത് കേൾക്കാതെയുള്ള തൻ്റെ സ്വന്തം നിലപാടിൽ കേന്ദ്രത്തിനെയും മോദിയെയും പുകഴ്ത്തിക്കൊണ്ടുള്ള സംസാരങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും കോൺഗ്രസിനുള്ളിൽ വളരെ വലിയ തോതിൽ അമർഷമുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമായി തന്നെ മാറിയിരിക്കുന്നു. കോൺഗ്രസിലെ പല നേതാക്കൾ ഉൾപ്പെടെ ശശി തരൂരിനെ പുറത്താക്കണമെന്നുള്ള തരത്തിലോട്ട് തന്നെയാണ് തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. കോൺഗ്രസിനുള്ളിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്ന് ശശി തരൂർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിക്കൂടാ എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ ഒരു വാർണിംഗ് പോലുള്ള കാര്യങ്ങൾ പോലും കൊടുത്തിട്ട് പോലും ശശി തരൂർ അതൊന്നും തന്നെ കേൾക്കാതെയുള്ള വീണ്ടുമുള്ള ഈ ഒരു രീതികൾ അത് തീർച്ചയായിട്ടും ശശി തരൂർ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. തന്നെ നിയന്ത്രിക്കാൻ ആർക്കും സാധിക്കത്തില്ല, ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ താൻ ഇനിയും പറയുമെന്നുള്ള ആ ഒരു നിലപാട് അത് തീർച്ചയായിട്ടും കോൺഗ്രസ് തന്നെ പുറത്താക്കിയാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന ഉറച്ച മനസ്സോടുകൂടിയുള്ള നിലപാട് തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശശി തരൂർ തന്നെ ഇതിനു മുന്നേ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്, കോൺഗ്രസിന് തന്നെ ആവശ്യമില്ലെങ്കിൽ എനിക്ക് മറ്റൊരു വഴിയുമില്ല എന്ന് കരുതരുത് എന്നുള്ള തരത്തിലുള്ള ഒരു താക്കീതും ശശി തരൂരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തന്നെയാണ് ഇപ്പോൾ വീണ്ടും ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് തുടരെ. ഇത് തീർച്ചയായിട്ടും ശശി തരൂരിന് കോൺഗ്രസിനുള്ളിലെ അകൽച്ച വളരെ വലിയ തോതിൽ കൂടിയിരിക്കുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും തിരുവനന്തപുരം MP ആയിട്ടുള്ള ശശി തരൂരിന് ഈ പോക്കാണെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് വിട്ടുകൊണ്ട് പുറത്തു വരേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളത് വ്യക്തമാണ്. അത് തീർച്ചയായിട്ടും BJPയിലേക്ക് തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒന്ന് സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരം പോലുള്ള ഒരു സ്ഥലം ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി നേരിടേണ്ടി വരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വാസ്തവമാണ്. അങ്ങനെ ഒന്ന് നിലവിൽ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഏറ്റവും കൂടുതൽ ചാൻസ് BJPക്ക് തന്നെ ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നിലവിൽ അവിടെ BJP തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ ചുരുങ്ങിയ വോട്ടുകൾ മാത്രമാണ് ഈ പറയുന്ന കോൺഗ്രസും BJPയും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത്. ശശി തരൂർ എന്ന ഒറ്റ വ്യക്തിയെ കൊണ്ട് മാത്രമാണ് കോൺഗ്രസ് ആ സീറ്റ് നിലനിർത്തുന്നത് തന്നെയും. അതല്ലാതെ മറ്റാരവിടെ നിന്ന് മത്സരിച്ചാലും തീർച്ചയായിട്ടും കോൺഗ്രസിന് ഒരു വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നുള്ളത് അവർക്ക് തന്നെ വളരെ വലിയ തോതിൽ ബോധ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ പോലുള്ള ഒരാളെ കോൺഗ്രസിൽ നിന്നും നഷ്ടമാവുന്ന സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ പോകുന്ന ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിലോട്ട് കാര്യങ്ങൾ മാറുകയാണെങ്കിൽ അവിടെ കോൺഗ്രസ് തിരിച്ചടി തന്നെ നേരിടേണ്ടി വരുമെന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം BJP സംബന്ധിച്ചിടത്തോളം നിലവിൽ BJPക്ക് തൃശ്ശൂർ നേടാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സുരേഷ് ഗോപി എന്നൊരു MP ഇപ്പോൾ പാർലമെന്റിലുണ്ട്. രാജ്യസഭയിലാണെങ്കിൽ അവിടെ ജോർജ് കുര്യനും MP ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പറയുന്ന തരത്തിൽ ശശി തരൂരിനെ പോലൊരു വ്യക്തി BJPയിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സീറ്റ് BJPയിലേക്ക് തന്നെ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ശശി തരൂരല്ലാതെ മറ്റാരെ അവിടെ മത്സരിപ്പിച്ചാലും കോൺഗ്രസ് തോൽവി വഴങ്ങേണ്ടി വരുമെന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഈ പോക്കാണെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് ആ ഒരു ഗതിയിലേക്ക് തന്നെ പോകേണ്ട തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. കാരണം ശശി തരൂരിനെ ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അളവിലേക്ക് കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം ശശി തരൂരിൻ്റെതായിട്ടുള്ള രീതിയിൽ ശശി തരൂർ ഈ പറയുന്ന തരത്തിൽ കേന്ദ്രത്തെയും മോദിയെയും പ്രശംസിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. ഓരോ തവണ വേണ്ടാന്ന് വയ്ക്കുന്തോറും ശശി തരൂർ അത് തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. പാർട്ടി വേറൊരു വശത്തിലേക്ക് ചിന്തിക്കുമ്പോഴത്തേക്കും ശശി തരൂർ BJPക്കോ അല്ലെങ്കിൽ കേന്ദ്രത്തിനോ അല്ലെങ്കിൽ മോദിക്കോ അനുകൂല ഘടകമായിട്ട് കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. ഇതൊക്കെ തന്നെ കോൺഗ്രസിനെ എല്ലാ തരത്തിലും പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു പോക്കാണെങ്കിൽ തീർച്ചയായിട്ടും അധികം വൈകാതെ തന്നെ ശശി തരൂരിന്റെ ഒരു പോക്കെന്ന് പറയുന്നത് അല്ലെങ്കിൽ ശശി തരൂരിന്റെ അവസാന വഴിയെന്ന് പറയുന്നത് BJPയിലേക്ക് തന്നെ ആയിരിക്കാനാണ് സാധ്യത കൂടുതലും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കോൺഗ്രസ് വലിയ തോതിൽ വില കൊടുക്കേണ്ടി വരും. ശശി തരൂർ പോകുന്നത് മാത്രമല്ല, തിരുവനന്തപുരം എന്ന സീറ്റ് പോലും BJPയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. കോൺഗ്രസിന് ആ സീറ്റ് തന്നെ മറക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിലേക്കും കാര്യങ്ങൾ മാറി.